നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലംസ് ആണ്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? പൊട്ടൻഷ്യൽ എനർജി, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, ദെൻ ഡൈഇലക്ട്രിക്സ് ആൻഡ് പോളറൈസേഷൻ ആൻഡ് കപ്പാസിറ്റൻസിൽ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ, ലാസ്റ്റ് വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ. അത്രയും കാര്യങ്ങൾ നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, എല്ലാ ഭാഗങ്ങളെയും ടച്ച് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: കാൽക്കുലേറ്റ് ദി പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് P ഡ്യൂ ടു എ ചാർജ് ഓഫ് 4 into 10 raised to minus 7 coulomb 4 into 10 raised to minus 7 coulomb at a located 9 centimeter away. First the question is calculate the potential at a point P due to a charge of 4 into 10 raised to minus 7 coulomb located 9 centimeter away. There is a sub question good in there. Hence obtain the work done in bringing a charge of 2 into 10 raised to minus 9 coulomb. For a charge good into Q2 is equal to 2 into 10 raised to minus 9 coulomb from infinity to the point P. Does the answer depend on the path along which the charge is brought? Now question on the good in calculate the potential at a point P due to a charge of 4 into 10 raised to minus 7 coulomb located 9 centimeter away. Hence, obtain the work done in bringing a charge of 2 into 10 raised to minus 9 coulomb from infinity to the point P. Does the answer depend on the path along which the charge is brought? അപ്പോൾ നമുക്ക് എന്തൊക്കെ കാണാൻ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു ചാർജ് തന്നിട്ടുണ്ട്. ആ ചാർജിൻ്റെ വാല്യൂ എത്രയാണ്? Q is equal to 4 into 10 raised to minus 7 coulomb ആണ്. ഈ ചാർജിൽ നിന്ന് 9 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് P, അവിടുത്തെ പൊട്ടൻഷ്യൽ കാണണം. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ സ്റ്റെപ്പ് ചെയ്ത് നോക്കാം. പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? V is equal to Q divided by 4 pi epsilon 0 into R. ഇതല്ല ഇക്വേഷൻ. അപ്പോൾ ഇതിൽ വാല്യൂസ് കൊടുത്തു. ഫസ്റ്റ് പൊട്ടൻഷ്യൽ കാണാം. അതിനുശേഷം എന്താ പറഞ്ഞത്? ആ പോയിന്റിലേക്ക് 2 into 10 raised to minus 9 coulomb ചാർജിനെ കൊണ്ടുവരാൻ വേണ്ട വർക്ക് ഡൺ എത്രയെന്നുള്ളതാണ്. ആ വർക്ക് ഡണ്ണ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുമോ എന്നുള്ളതുമാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് പൊട്ടൻഷ്യൽ കാണാം. പൊട്ടൻഷ്യൽ കാണാം. V is equal to ഇക്വേഷൻ ഇതാണ്: 1/4 pi epsilon 0യുടെ വാല്യൂ എത്രയാണ്? 9 into 10 raised to 9 into Qൻ്റെ വാല്യൂ 4 into 10 raised to minus 7 divided by R എത്രയാണ്? 9 സെൻറ്റിമീറ്റർ. 9 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 9 into 10 raised to minus 2 മീറ്റർ അല്ലേ? 9 into 10 raised to minus 2 മീറ്റർ. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ ആരൊക്കെ ക്യാൻസൽ ആവും? 9 ഉം 9 ഉം ക്യാൻസലായി. 10 raised to minus 2, 10 raised to minus 7, 10 raised to minus 5 ഉണ്ടാവും. അപ്പോൾ ബാക്കി ആരുള്ളത്? 4 ഉണ്ട് അല്ലേ? ഈക്വൽ ടു 4 into 10 raised to 9 into 10 raised to minus 5. അപ്പോൾ എത്ര ഉണ്ടാവും? 10 raised to 4 അല്ലേ വരുന്നത്? 4 into 10 raised to 4 volt. അതിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡയറക്റ്റ് ഇതാണ്, സിമ്പിൾ ആണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? Hence obtain the work done in bringing a charge 2 into 10 raised to minus 9 coulomb. ഈ ഒരു പൊട്ടൻഷ്യലിലേക്ക് നമ്മൾ 2 into 10 raised to minus 9 coulomb എന്നുള്ള ചാർജിനെ കൊണ്ടുവരികയാണ്. അതിനെ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ എത്ര വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. അതിന് നമുക്ക് എന്ത് ഇക്വേഷൻ ഉണ്ട്? W is equal to QV, ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ചെയ്താൽ മതി. പൊട്ടൻഷ്യൽ എനർജി ചെയ്ത സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. W is equal to Q into V, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജാണ്. ആ രീതിയിലും എടുക്കാം. ഇതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഈക്വൽ ടു എത്രയാണ്? 2 into 10 raised to minus 9 into 4 into 10 raised to 4 ചെയ്താൽ എത്ര വരിക? 2 into 4 8. 10 raised to minus 9 into 10 raised to 4 എത്രയായിട്ട് മാറും? 10 raised to minus 5. 10 raised to minus 5 വർക്ക് ഡൺ ആയതുകൊണ്ട് ജൂൾ. അപ്പോൾ ഇത്രയുമാണ് എന്ത് നമ്മളവിടെ ചെയ്യുന്ന വർക്ക് ഡൺ. ആ ഒരു ചാർജിനെ കൊണ്ടുവരാൻ വേണ്ട വർക്ക് ഡൺ 8 into 10 raised to minus 5 ജൂളാണ്.
പിന്നെ അതിലൊരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്, വർക്ക് ഡൺ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുമോ എന്നുള്ളത്. ഇവിടെ വർക്ക് ഡൺ പാത്തിനെ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ വർക്ക് ഡൺ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. വർക്ക് ഡൺ എന്ന് പറയുന്നത് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കേസിൽ ചാർജിനെ കൊണ്ടുവരുമ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ അതാണ്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മളൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നതാണ്, 2 charges 3 × 10⁻⁸ കൂളോം, 2 charges 3 × 10⁻⁸ കൂളോം ആൻഡ് -2 × 10⁻⁸ കൂളോം. -2 × 10⁻⁸ കൂളോം. 2 ചാർജ് വന്നിട്ടുണ്ട്. 2 charges 3 × 10⁻⁸ കൂളോം ആൻഡ് -2 × 10⁻⁸ coulomb are located 15 centimeter apart. Full stop. At what point on the line joining the 2 charges is the electric potential 0? അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, 2 charges 3 × 10⁻⁸ coulomb and -2 × 10⁻⁸ coulomb are located 15 centimeter apart. At what point on the line joining the 2 charges is the electric potential 0? നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് 2 ചാർജുകൾ ഏതൊക്കെയാണ്? 3 × 10⁻⁸ കൂളോമ്പും അതുപോലെ -2 × 10⁻⁸ കൂളോമ്പ് ഉണ്ട്. ഇവ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നടുക്ക് ഏത് പോയിന്റിലാണ് പൊട്ടൻഷ്യൽ 0 ആയിട്ട് മാറുക? അതായത് ഇതിൻ്റെ നടുക്കുള്ള ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഈ പ്ലസ് ചാർജ് മൂലമുള്ള പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും, ഈ മൈനസ് ചാർജ് മൂലമുള്ള പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും. നമുക്കറിയാം ഒരു പോയിന്റിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി പൊട്ടൻഷ്യലിൻ്റെ സം എടുത്താൽ മതി. അപ്പോൾ ഒന്നിൻ്റെ പോസിറ്റീവും ഒന്നിൻ്റെ നെഗറ്റീവ് ആവുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇവ പരസ്പരം എന്തായി പോവും? ക്യാൻസൽ ആയിട്ട് പോകും. അപ്പോൾ ഏത് പോയിന്റിലാണ് ടോട്ടൽ പൊട്ടൻഷ്യൽ 0 ആവുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ പി എന്നുള്ള ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. നമുക്ക് ഏത് പോയിന്റിലാണെന്ന് അറിയില്ല, ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. ഈ ചാർജിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിലാണ് പി എന്നും കൺസിഡർ ചെയ്യാം. ഈ ചാർജിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിലാണ് പി. അപ്പോൾ ഇവിടെ നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 15 - x സെൻറ്റിമീറ്റർ ആയിരിക്കും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള -2 നിന്നുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട റിസൾട്ട് എന്താ? ഈ ചാർജ് മൂലമുള്ള പൊട്ടൻഷ്യലും ഈ ചാർജ് മൂലമുള്ള പൊട്ടൻഷ്യലും പിയിൽ എന്തായിരിക്കണം? 0 ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. പൊട്ടൻഷ്യൽ രണ്ടും കൂടി സം ചെയ്ത് നോക്കുക. അറ്റ് പി എങ്ങനെയായിരിക്കണം കണ്ടീഷൻ? നമുക്ക് പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ എന്താ? V = 1/4πε0 Q/R എന്നുള്ളതാണ് ഫസ്റ്റത്തത്. രണ്ടാമത്തത് വരുമ്പോൾ പ്ലസ് എന്നുണ്ടാവും. ഇവിടെ Q1/R1 വരും. രണ്ടാമത്തെ വരുമ്പോൾ 1/4πε0 Q2/R വരും. അപ്പൊ രണ്ടിലും ഏത് കോമൺ ആണ്? 1/4πε0 കോമൺ ആണ് അല്ലേ? ബാക്കി എന്താ ഉണ്ടാവുക? Q1/R1 പ്ലസ് Q2/R2 is equal to എന്താവണം? 0 ആവണം. അതാണ് നമ്മളെ കണ്ടീഷൻ. അവിടുത്തെ ടോട്ടൽ പൊട്ടൻഷ്യൽ 0 ആവണം. അപ്പൊ 1/4πε0 വാല്യൂ നമുക്കറിയാം എന്തല്ല? 0 അല്ല. അപ്പൊ പിന്നെ ഏത് 0 ആവണം? ഇതിന്റെ സം എന്തായി വരണം? 0 ആയിട്ട് വരണം. അപ്പൊ നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും വാല്യൂ അറിയാം. നമുക്ക് ചെയ്ത് നോക്കുക. Q1ന്റെ വാല്യൂ എത്രയാണ്? 3 × 10⁻⁸ ഡിവൈഡഡ് ബൈ R1. R1 എന്ന് പറയുമ്പോൾ ഏതെടുക്കണം? 3 നിന്നും പിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? x സെന്റിമീറ്റർ ആണ്. അപ്പൊ x × 10⁻² മീറ്റർ, മീറ്ററിലേക്ക് എഴുതാം. പ്ലസ് അടുത്ത ചാർജ് എടുക്കുമ്പോൾ ഏതാണ്? നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ എന്തായിരിക്കും? പൊട്ടൻഷ്യൽ മൈനസ് ആയിരിക്കില്ല. അപ്പൊ മൈനസ് എത്ര ഉണ്ടായിരിക്കും? 2 × 10⁻⁸ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എത്ര വരുന്നത്? 15 - x × 10⁻² ഈക്വൽ ടു 0.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ നെഗറ്റീവ് സൈഡ് ടേം ഇക്വേഷൻ്റെ അപ്പുറത്തേക്ക് എടുക്കാം. അതിന് മുൻപ് നമുക്ക് രണ്ട് ടേമിൽ ഇവിടെ 10⁻⁻8 കോമൺ ആയിട്ടുണ്ട്, ക്യാൻസൽ ചെയ്യാം. 10⁻2 കോമൺ ആയിട്ടുണ്ട്, ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കി എന്താ ഉള്ളത്, ഇവിടെ 3/x ഈസ് ഈക്വൽ ടു ഈ മൈനസ് ടേമിന് RHSലേക്ക് കൊണ്ടുപോയി എത്ര വരിക, 2/15 - x. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 3 × 15 45 മൈനസ് 3x ഈസ് ഈക്വൽ ടു ഈ എക്സ് ഇങ്ങോട്ട് പോയാൽ എന്താവും 2x മൈനസ് 3x അങ്ങോട്ട് കൊടുത്താൽ 45 ഈസ് ഈക്വൽ ടു മൈനസ് 3x അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 3x പ്ലസ് 2x 5x or x is equal to 45/5 equal to 9. ആൻസർ എത്രയാണ് വരുന്നത്, 9 സെൻറ്റിമീറ്റർ. ടോട്ടൽ 15 സെൻറ്റിമീറ്റർ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എത്രയേ ഉള്ളൂ, 9 സെൻറ്റിമീറ്റർ ആയിരിക്കും എന്ത് പൊട്ടൻഷ്യൽ 0 ആവുന്ന പോയിന്റ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളെടുത്തതാണ് ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ 0 ആവുന്നത് ഏത് ഡിസ്റ്റൻസിലായിരിക്കുന്ന ചോദിച്ചിട്ടുള്ളത്, രണ്ട് ചാർജുകളുടെ ഇടയിൽ, ഒന്ന് പോസിറ്റീവ് ചാർജും ഒന്ന് നെഗറ്റീവ് ചാർജും. അപ്പോൾ നമ്മൾ രണ്ടിൻ്റെയും സം എന്തായിട്ട് എടുക്കും, ഈക്വൽ ടു 0 നമ്മൾ ഇക്വേറ്റ് ചെയ്യും. ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ അൺനോൺ ആയിട്ടുള്ള എക്സ് കാൽക്കുലേറ്റ് ചെയ്യും. ഇതാണ് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, നമുക്ക് ഇതേ ടൈപ്പ് വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, 2 charges 3 microcoulomb and 4 microcoulomb are placed in free space 12 meter apart. 2 charges 3 microcoulomb and 4 microcoulomb. അപ്പോൾ Q1ൻ്റെ വാല്യൂ 3 microcoulomb. മൈക്രോകൂളോംബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 × 10⁻⁻6 കൂളോംബ്. രണ്ടാമത്തെ ചാർജ് എത്രയായിരുന്നു, 4 microcoulomb. 4 microcoulomb എന്ന് പറഞ്ഞാൽ 4 × 10⁻⁻6 കൂളോംബ് ആർ പ്ലേസ്ഡ് ഇൻ ഫ്രീ സ്പേസ് 12 മീറ്റർ അപ്പാർട്ട്. അപ്പോൾ ഇവ രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, 12 മീറ്റർ. What is the potential at the midpoint on the line joining these two charges? What is the potential at the midpoint on the line joining these two charges? നേരത്തെ ചെയ്ത ഏകദേശം അതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ വ്യത്യാസം എന്തായിരുന്നു, നേരത്തെ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും ആണ്. ആ രണ്ട് ചാർജിൻ്റെ ഇടയിൽ എവിടെയാണ് പൊട്ടൻഷ്യൽ 0 ആവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എന്താ, രണ്ട് ചാർജുകൾ എത്രയൊക്കെയാണ്, 3 മൈക്രോകൂളോംബും 4 മൈക്രോകൂളോംബും. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 12 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 6 മീറ്റർ ഉണ്ടായിരിക്കും, ഇവിടുന്ന് 6 മീറ്റർ ഉണ്ടായിരിക്കും. ഈ പോയിന്റ് P വേണമെങ്കിൽ എടുക്കാം. ആ പോയിന്റിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം, V is equal to Q1 divided by 4πε0 R1 plus Q2 divided by 4πε0 R2. നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം അല്ലേ. നമുക്ക് നേരത്തെ ചെയ്തപോലെ 1/4πε0 കോമൺ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നേരിട്ട് ഓരോന്നിലും കൊടുത്തിട്ട് ചെയ്യാം. രണ്ടിൻ്റെയും പൊട്ടൻഷ്യൽ നമുക്ക് ടോട്ടൽ സം ചെയ്ത് കാണാം. അത്രേ നമുക്ക് ചെയ്യാനുള്ളൂ. നമ്മൾ വാല്യൂസ് കൊടുത്തു നോക്കുക. 1/4πε0 9 × 10⁻9 ഇൻറ്റു Q1ൻ്റെ വാല്യൂ എത്രയാണ്, 3 × 10⁻6 ഡിവൈഡഡ് ബൈ R1 എത്രയാണ്, മീറ്ററിലാണല്ലേ. അപ്പോൾ 6 12 മീറ്റർ ആണ് ടോട്ടൽ, സെൻറ്ററിലേക്ക് 6 പ്ലസ് Q2 എടുക്കുന്ന സമയത്ത് Q2ൻ്റെ വാല്യൂ 4. Q2 എടുക്കുന്ന സമയത്ത് നമുക്കിവിടെ 1/4πε0 കോമൺ ആക്കിയിട്ടില്ല, ക്യാൻസലേഷൻ സൗകര്യത്തിനാണ്. 9 × 10⁻9 ഇൻറ്റു 1/4πε0 കോമൺ ആയിട്ട് പുറത്തെടുത്താലും ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. രണ്ടും സെയിം മെത്തേഡ് തന്നെയാണ്. ഇനിയിപ്പോൾ അതെന്താണെന്ന് കൺഫ്യൂഷൻ വരണ്ട. 9 × 10⁻9 ഇൻറ്റു Q2ൻ്റെ വാല്യൂ 4 × 10⁻6 ഡിവൈഡഡ് ബൈ 6.
നമ്മളിവിടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ 3ഉം 6ഉം പോയി, ബാക്കി ഇവിടെ 2ഉം 9ഉം 4.5. അപ്പോൾ ഫസ്റ്റ് ടേമിൽ എന്താ ഉള്ളത്? 4.5 ഇൻറ്റു 10⁻⁹ ഇൻറ്റു 10⁻⁻6 എത്രയുണ്ടാവുക? 10⁻⁹ ഇൻറ്റു 10⁻⁻6 ബാക്കി ഉണ്ടാവുക 10⁻³ പ്ലസ് ഈ ടേം എടുത്താലോ 4ഉം 6ഉം ഇവിടെ 2 ഇവിടെ 3 അല്ലേ? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. 3ഉം 9ഉം 3, അപ്പോൾ 3 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 2 6, 6 ഇൻറ്റു 10⁻⁹ ഇൻറ്റു 10⁻⁻6 എത്രയാവും? 10⁻³ അപ്പോൾ ഈക്വൽ ടു 4.5 ഇൻറ്റു 10⁻³ പ്ലസ് 6 ഇൻറ്റു 10⁻³ എത്ര വരിക? 4.5 പ്ലസ് 6 10.5 ഇൻറ്റു 10⁻³ അത്രയുമാണ് അവിടുത്തെ വോൾട്ട് വരുന്നത്. വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 10.5 10⁻³ വരുന്നതിന് നമുക്ക് എന്ത് എഴുതാം? കിലോ വോൾട്ട്. ഓക്കെ, അതാണ് അതിൻ്റെ സൊല്യൂഷൻ. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the Millikan oil drop experiment, the drop carries 10 electronic charges. Drop carries 10 electronic charges. അപ്പോൾ അവിടെ ചാർജ് തന്നിട്ടുണ്ട് അല്ലേ? ആൻഡ് എ മാസ് ഓഫ് 4.4 ഇൻറ്റു 10⁻⁻15 കിലോഗ്രാം. ക്വസ്റ്റ്യൻ പറയാം. ഇൻ ദി മില്ലിക്കൻ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ് ദി ഡ്രോപ്പ് ക്യാരീസ് 10 electronic charges and a mass of 4.4 into 10⁻⁻15 gram. ഒരു മില്ലിക്കൻ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റിൽ ഒരു ഡ്രോപ്പ് എന്ന് പറയുന്നത് 10 ഇലക്ട്രോണിക് ചാർജുകൾ വരുന്നുണ്ട്. ആ ഡ്രോപ്പിൻ്റെ മാസ് 4.4 ഇൻറ്റു 10⁻⁻15 കിലോഗ്രാം ആണ്. ഇറ്റ് ഈസ് ഹെൽഡ് ഓൾമോസ്റ്റ് സ്റ്റേഷനറി ബിറ്റ്വീൻ 2 ഹൊറിസോണ്ടൽ പ്ലേറ്റ്സ്. 2 ഹൊറിസോണ്ടൽ പ്ലേറ്റിനിടയ്ക്ക് അത് സ്റ്റേഷനറി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബൈ ഹൊറിസോണ്ടൽ പ്ലേറ്റ്സ് സെപ്പറേറ്റഡ് ബൈ 2 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദി പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ്? ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു മില്ലിക്കൻ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റിൽ 2 പാരലൽ പ്ലേറ്റുകൾ, ഹൊറിസോണ്ടൽ പ്ലേറ്റുകളുണ്ട്. ആ ഹൊറിസോണ്ടൽ പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അതുകൊണ്ട് 2 സെൻറ്റിമീറ്റർ ആണ്. അതിനിടയ്ക്ക് ഒരു ഓയിൽ ഡ്രോപ്പ് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് മൂലം സ്റ്റേഷനറി ആയിട്ട് ഹെൽഡ് ചെയ്തിട്ടുണ്ട്. ആ ഡ്രോപ്പിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 10 ഇലക്ട്രോണിക് ചാർജാണ് അതിനുള്ളത്. 10 ഇലക്ട്രോണിൻ്റെ ചാർജാണുള്ളത്. അതുപോലെ അതിൻ്റെ മാസ് തന്നിട്ടുണ്ട് 4.4 ഇൻറ്റു 10⁻⁻15 കിലോഗ്രാം ആണ് ഓയിൽ ഡ്രോപ്പിൻ്റെ മാസ്. അങ്ങനെയാണെങ്കിൽ ആ 2 പ്ലേറ്റുകളുടെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസ് ഇതാണ്. ഒന്ന് ക്യൂ തന്നിട്ടുണ്ട് അല്ലേ? ഡ്രോപ്പിൻ്റെ ചാർജ് തന്നിട്ടുണ്ട്. എത്രയാണ്? 10 ഇലക്ട്രോണിക് ചാർജ് എന്നാണ്. അപ്പോൾ 10 ഇൻറ്റു ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് 1.6 ഇൻറ്റു 10⁻⁻19 കൂളോം. ദെൻ ഡ്രോപ്പിൻ്റെ മാസ് തന്നിട്ടുണ്ട്. മാസ് എത്രയാണ്? 4.4 ഇൻറ്റു 10⁻⁻15 കിലോഗ്രാം. പിന്നെ തന്നിട്ടുള്ളത് 2 പ്ലേറ്റുകൾ തമ്മിലുള്ള സെപ്പറേഷനാണ്. അത് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2 ഇൻറ്റു 10⁻⁻2 മീറ്റർ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? ആ 2 പ്ലേറ്റുകളുടെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഡ്രോപ്പ് അവിടെ സ്റ്റേഷനായിട്ട് നിൽക്കാൻ കാരണം എന്തായിരിക്കും? അത് ഡ്രോപ്പ് സാധാരണ നിൽക്കുകയാണെങ്കിൽ എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൂലം താഴേക്ക് വരണം വേണ്ടേ? നമ്മളിപ്പോൾ ഇവിടെ ഒരു വാട്ടർ സ്പ്രേ ചെയ്യാണ്. സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഡ്രോപ്പുകളൊക്കെ താഴേക്ക് പോകില്ലേ? അപ്പോൾ ഇത് താഴേക്ക് പോകാൻ കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. അപ്പോൾ ഇത് താഴേക്ക് പോവാതെ അതിനവിടെ സ്റ്റേഷനറി ആയിട്ട് ഹെൽഡ് ചെയ്ത് നിർത്തുന്നത് എന്താണ്? അവിടുത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സാണ്. അപ്പോൾ അവിടുത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കണം. അടുത്ത ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കണം. നമുക്ക് കാണേണ്ടത് പൊട്ടൻഷ്യലാണ്. ക്യൂ നമുക്കറിയാം, എം അറിയാം, ജി അറിയാം, ഇ നമുക്കറിയില്ല. പക്ഷെ നമ്മളോട് എന്താ കാണാൻ ഉള്ളത്? വി ആണ്. അപ്പോൾ ഇയും വിയും തമ്മിലുള്ള റിലേഷൻ എന്താ? നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. വി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇ ആണുള്ളത്. അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു വി ബൈ ഡി. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ Q ഇൻറ്റു വി ബൈ ഡി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ജി. നമ്മളോട് കാണാൻ പറഞ്ഞത് പൊട്ടൻഷ്യലാണ്. വി ഈസ് ഈക്വൽ ടു എന്ത് വരും? അപ്പോൾ എം ജി ഡി ഡിവൈഡഡ് ബൈ ക്യൂ. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കിട്ടും. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എം എത്രയാണ്? 4.4 ഇൻറ്റു 10⁻⁻15 ഇൻറ്റു ജിയുടെ വാല്യൂ 9.8 ഇൻറ്റു ഡിയുടെ വാല്യൂ ഡി എത്രയാണ്? 2 ഇൻറ്റു 10⁻⁻2 ഡിവൈഡഡ് ബൈ ക്യൂ. ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്
10 into 1.6 into 10 raised to minus 19 equal to. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടേണ്ട വാല്യൂ എന്ന് പറയുന്നത് 539 വോൾട്ട് ആണ്. അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നിങ്ങളോട് റിസൾട്ട് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് കൺഫേം ചെയ്യാം. ഓക്കെ, കാരണം നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയൊക്കെ ഇവിടെ, ബാക്കി പിന്നെ കാൽക്കുലേഷൻ അത് സാധാ പോലെ തന്നെ. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്, അതിനെ ഇലക്ട്രിക് ഫീൽഡിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ആരോ ഓപ്പോസ് ചെയ്യുന്ന അവിടുത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബാലൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മാഗ്നറ്റിസത്തിലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ബേസിക് പൊട്ടൻഷ്യൽ എന്നുള്ള ഭാഗത്ത് നിന്ന് തൽക്കാലം ഇത്ര ക്വസ്റ്റ്യൻസിൽ നമുക്ക് നിർത്താം. കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. എല്ലാ ഭാഗത്തുനിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്കിനി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് വരുന്നൊരു ടോപ്പിക്കാണ് കപ്പാസിറ്റൻസ്. ആ ഭാഗത്തു നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. കപ്പാസിറ്റൻസ്, അതിൻ്റെ കോമ്പിനേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ, എനർജി സ്റ്റോർഡ്, ആ ഭാഗത്തു നിന്നൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ കപ്പാസിറ്ററിന്. എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ with air as dielectric between the plates has a separation of 5 millimeter and plate area 50 centimeter square is connected to a 200 volt source. Calculate the charge on the plates and the charge on the plates if the space between the plates is filled with a dielectric constant K equal to 5. രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ട്. ആ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ രണ്ട് പ്ലേറ്റുകളുടെ ഇടയിലുള്ളത് എയർ ആണ്. ആ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള സെപ്പറേഷൻ 5 മില്ലിമീറ്റർ ആണ്. അതിൻ്റെ പ്ലേറ്റിൻ്റെ ഏരിയ 50 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അത് കണക്ട് ചെയ്തതിന് അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 200 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം കാണേണ്ടത് എന്താണ്, കപ്പാസിറ്ററിലെ ചാർജ് കാണണം. രണ്ടാമത് ആ പ്ലേറ്റുകൾക്കിടയിൽ നമ്മൾ ഒരു ഡൈലക്ട്രിക് മീഡിയം ഇൻസേർട്ട് ചെയ്യണം. ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് കെ ഉള്ള ഒരു മീഡിയം ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ കപ്പാസിറ്റൻസ് പുതിയ ചാർജിൻ്റെ എമൗണ്ട് എത്രയായിരിക്കും എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാം. എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എയർ ആസ് ഡൈലക്ട്രിക് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഹാസ് എ സെപ്പറേഷൻ ഓഫ് 5 millimeter. അപ്പോൾ ഡിയുടെ വാല്യൂ എത്രയാണ്, 5 millimeter equal to 5 into 10 raised to minus 3 meter. And plate area, ഏരിയയുടെ വാല്യൂ 50 centimeter square. 50 centimeter square മീറ്റർക്ക് ആക്കുമ്പോൾ 50 into 10 raised to minus 4 meter square. സെന്റിമീറ്ററിനെ മീറ്റർക്ക് ആക്കാൻ 10 raised to minus 2. സെന്റിമീറ്റർ സ്ക്വയർ ആകുമ്പോൾ 10 raised to minus 2 ഹോൾ സ്ക്വയർ വേണം. അപ്പോൾ എന്തോരും 10 raised to minus 4. Then is connected to a 200 volt source. അപ്പോൾ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട് എത്രയാണ്, 200 വോൾട്ട് ആണ്. നമ്മളോട് കാണാൻ പറഞ്ഞുള്ളത് എന്താണ്, Q കാണണം. നമുക്ക് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ കേസിൽ ഒരു ഇക്വേഷൻ എന്താണ്, C is equal to epsilon 0 A by D. ഇവിടെ ഫസ്റ്റ് കേസിൽ അതിൻ്റെ ഇടയ്ക്ക് എയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എയർ ആയതുകൊണ്ടാണ് epsilon 0 A by D എന്നെടുത്തത്. അതിൽ രണ്ടാമത്തെ കേസ് വരുന്നുണ്ട് ഡൈലക്ട്രിക് മീഡിയം വെച്ചിട്ട്. ഡൈലക്ട്രിക് മീഡിയം ഉണ്ടെങ്കിൽ ഇക്വേഷൻ എന്തെടുക്കണം, epsilon 0 K A by D എടുക്കണം. ഓക്കെ, അപ്പോൾ epsilon 0 A by D. അപ്പോൾ കപ്പാസിറ്റൻസ് കിട്ടി. നമുക്ക് ചാർജാണ് കാണേണ്ടത്. ചാർജ് കാണാൻ കപ്പാസിറ്റൻസ് വെച്ചുള്ള ഇക്വേഷൻ എന്താ, Q is equal to C into V. ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ചെയ്താൽ മതി, പോരെ. അങ്ങനെയാണെങ്കിൽ Q is equal to ഇക്വേഷൻ എന്ത് എഴുതാം, സിക്ക് epsilon 0 A by D കൊടുത്താൽ പോരെ. epsilon 0 A by D into V equal to വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. epsilon 0യുടെ വാല്യൂ എത്രയാ, 8.854 into 10 raised to minus 12 into A. ഏരിയ എത്രയാണ്, 50 into 10 raised to minus 4 into V. പൊട്ടൻഷ്യൽ 200 വോൾട്ട് ഡിവൈഡഡ് ബൈ D. ഡിയുടെ വാല്യൂ 5 into 10 raised to minus 3. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 1.77 into 10 raised to minus
കൂളോം എന്നാണ്. 1.77 ഇൻറ്റു 10⁻⁻9 10⁻⁻9 ആകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 1.77 നാനോ കൂളോം. ഇല്ല, ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. 1.77 ഇൻറ്റു 10⁻⁻9 കൂളോം. അതപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട്. അതിൽ സ്റ്റോർ ചെയ്ത ചാർജിൻ്റെ എമൗണ്ട് നമ്മൾ കണ്ടെത്തി. അതിൽ സെക്കൻഡ് പാർട്ട് എന്തായിരുന്നു? സെക്കൻഡ് പാർട്ട് ഇത് പറയുന്നതാണ്, നമ്മളവിടെ ഒരു ഡൈലക്ട്രിക് മീഡിയം ഇൻസേർട്ട് ചെയ്യണം. രണ്ട് പ്ലേറ്റുകളുടെ ഇടയിൽ ഒരു ഡൈലക്ട്രിക് മീഡിയം കൊണ്ടുവരികയാണ്. ആ ഡൈലക്ട്രിക് മീഡിയത്തിൻ്റെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. K = 5 ആണ്. അങ്ങനെയാണെങ്കിൽ ചാർജ് എന്താ സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇക്വേഷൻ നോക്കി നോക്കുക. ഇതിൽ എന്താ വ്യത്യാസം വരിക? ഡൈലക്ട്രിക് മീഡിയം ഉണ്ടെങ്കിൽ ε0 KA/D ആണ്. ഡൈലക്ട്രിക് മീഡിയം ഇല്ലെങ്കിൽ ε0 A/D ആണ്. പൊട്ടൻഷ്യലൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഈ ഇക്വേഷൻ എന്ത് വരും? ഒരു കെയുടെ ടേം ഇൻറ്റു K എന്ന് കൂടി വരും. ഇപ്പോൾ രണ്ടാമത് മുഴുവൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി? ഈ വാല്യൂവിന് ഇതിന് വേണമെങ്കിൽ നമുക്ക് Q1 എന്ന് കൊടുക്കാം, ഫസ്റ്റത്തെ ചാർജ്. അങ്ങനെയാണെങ്കിൽ Q2 ഡൈലക്ട്രിക് മീഡിയം ഇൻസേർട്ട് ചെയ്തിട്ട് ചാർജ് ചെയ്ത് കൊടുത്താൽ മതി. Q1 ഇൻറ്റു K എന്ന് ചെയ്താൽ മതി. അല്ലെങ്കിൽ മുഴുവൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൽ K കൊടുക്കണം. ഈ കാൽക്കുലേഷൻ ഒക്കെ വീണ്ടും ചെയ്യുക. ഇൻറ്റു 5 എന്നുള്ളത് മാത്രമാണ് അഡീഷണൽ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ചാർജ് ഇൻറ്റു ഇത് കൊടുത്തു കഴിഞ്ഞാൽ, K കൊടുത്തു കഴിഞ്ഞാൽ 1.77 ഇൻറ്റു 10⁻⁻9 ഇൻറ്റു 5 = എൻ്റെ ആൻസർ വരുന്നത് 8.85 ഇൻറ്റു 10⁻⁻9. 8.85 ഇൻറ്റു 10⁻⁻9 എന്ന് പറഞ്ഞാൽ 8.85 നാനോ കൂളോം. ഇത്രയുമാണ് അവിടുത്തെ ചാർജ്. അപ്പോൾ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തുകൂടി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ചാർജ് ഹോൾഡ് ചെയ്യാനുള്ളത് കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നത്. ചാർജും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കപ്പാസിറ്ററിൽ നിന്നുള്ളത് നമ്മൾ ചാർജാണ് കണ്ടത്. ചാർജ് കാണാൻ വേണ്ടി രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്തു. കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷനും യൂസ് ചെയ്തു, ചാർജിൻ്റെ ഇക്വേഷനും യൂസ് ചെയ്തു. അപ്പോൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ നിന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക എന്ന് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കുക, അറ്റൻഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ചെയ്തിട്ടുള്ള മെത്തേഡ് നോക്കുക, എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അതായത് പ്രോബ്ലം മുഴുവൻ കണ്ടിട്ട് വെറുതെ നോട്ട് ചെയ്ത് വെച്ചത് കൊണ്ട് നിങ്ങൾക്ക് കാര്യം ഉണ്ടാവില്ല. കൺസെപ്റ്റ് ശരിക്കും മനസ്സിലാക്കി ചെയ്തു പോവാം. Next, the area of each plate of a parallel plate capacitor is 100 centimeter square. Area തന്നിട്ടുണ്ട് 100 centimeter square. The area of each plate of a parallel plate capacitor is 100 centimeter square. The distance between them is 0.05 centimeter. D തന്നിട്ടുണ്ട് 0.05 centimeter equal to 0.05 into 10⁻⁻2 meter. It is filled with a dielectric substance and its capacitance becomes 3.54 into 10⁻⁻4 microfarad. 3.54 into 10⁻⁻4 microfarad. Find the dielectric constant of the substance. കാണാൻ പറഞ്ഞത് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് കെയുടെ വാല്യൂ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. The area of each plate of a parallel plate capacitor is 100 centimeter square and the distance between them is 0.05 centimeter. It is filled with a dielectric substance and its capacitance becomes 3.54 into 10⁻⁻4 microfarad. Find the dielectric constant of the substance. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഡാറ്റാസ് ഇത്രയാണ് അല്ലേ. അപ്പോൾ ഈ 3.54 into 10⁻⁻4 microfarad എന്നുള്ളതിനെ -4 into 10⁻⁻6 farad എന്ന് എഴുതാം. അപ്പോൾ എത്രയാവും? 3.54 into 10⁻⁻10 farad. ഇനി നമുക്ക് ഇക്വേഷൻ എന്താ? C is equal to ε0 KA/D.
സി തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്, ഡി തന്നിട്ടുണ്ട്. കെ കാണണം. കെ ഇസ് ഈക്വൽ ടു ഇക്വേഷൻ എന്ത് എഴുതാം? കെ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 എ ഈക്വൽ ടു സിയുടെ വാല്യൂ 3.54 ഇൻറ്റു 10 raised to minus 10 into ഡിയുടെ വാല്യൂ 0.05 into 10 raised to minus 2 whole divided by epsilon 0 8.854 into 10 raised to minus 12 into area. ഏരിയയുടെ വാല്യൂ 100 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ 100 ഇൻറ്റു 10 റേസ് ടു മൈനസ് 4 മീറ്റർ സ്ക്വയർ. നമ്മൾ നേരത്തെ പറഞ്ഞു സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ 10 റേസ് ടു മൈനസ് 2. സെന്റിമീറ്റർ സ്ക്വയർ ആകുമ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഹോൾ സ്ക്വയർ. അപ്പോൾ 10 റേസ് ടു മൈനസ് 4 100 ഇൻറ്റു 10 റേസ് ടു മൈനസ് 4 ഈക്വൽ ടു ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 10 റേസ് ടു മൈനസ് 12 10 റേസ് ടു മൈനസ് 12 അത് ക്യാൻസൽ ആയി പോവും. ബാക്കിയുള്ളത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ കെ ഈസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ക്യാൻസൽ ആയി പോകുന്നുണ്ട്. കെ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 2. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിന്റെ വാല്യൂ അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് നമ്മളവിടെ വരച്ചിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യണം? അതിൽ എഫക്റ്റീവ് കപ്പാസിറ്റി കാണണം. ഈ കോമ്പിനേഷൻ്റെ നമ്മൾ ഈ കൊടുത്തുള്ള ഈ കോമ്പിനേഷൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റി കാണണം. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് എവിടെ നിന്ന് സോൾവ് ചെയ്യാം? നമുക്ക് നോക്കാം. ഇവിടെ 3 കപ്പാസിറ്റേഴ്സ് ഇതിനെന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കോമൺ കണക്ഷനാണ് വരുന്നത്. അപ്പോൾ എന്താണ്? ഇത് പാരലൽ കോമ്പിനേഷൻ ആണ് അല്ലേ? ഓരോ പ്ലേറ്റുകൾ പരസ്പരം ഇവിടെയും കണക്ട് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ള പ്ലേറ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? മറ്റൊരു കോമൺ പോയിന്റിലും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ത് കോമ്പിനേഷനാണ്? ഇത് 3ഉം പാരലൽ കോമ്പിനേഷനാണ്. പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ നമുക്ക് എഫക്റ്റീവ് കപ്പാസിറ്റി ആണ് ഇക്വേഷൻ C1 പ്ലസ് C2 പ്ലസ് C3. അപ്പോൾ ഇതിൻ്റെ 3ൻ്റെയും കൂടിയും എഫക്റ്റീവ് കപ്പാസിറ്റി എത്ര ഉണ്ടാവും? ഈ 3 കപ്പാസിറ്റേഴ്സിന് പകരം നമുക്ക് ഇവിടെ ഒരു സിംഗിൾ കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ സർക്യൂട്ട് ഡയഗ്രം നേരത്തെ സർക്യൂട്ട് ഡയഗ്രം വരച്ചെടുത്തിട്ടുണ്ടാവണം. എന്നിട്ട് ഇത് സോൾവ് ചെയ്യാൻ ആ 3 പകരം നമുക്ക് ഇവിടെ 3ഉം കൂടി ചേർന്ന് എന്ത് കിട്ടും? 6 മൈക്രോ ഫാരഡ് കിട്ടും. ഓക്കെ, ഇനി നോക്കുക. ഈ 2 മൈക്രോ ഫാരഡും ഈ 6 മൈക്രോ ഫാരഡും സീരീസ് കോമ്പിനേഷൻ ആണ്. ഈ 2 മൈക്രോ ഫാരഡും ഈ 2 മൈക്രോ ഫാരഡും സീരീസ് ആണ്. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 2 മൈക്രോ ഫാരഡും 6 മൈക്രോ ഫാരഡും സീരീസ് ആണ്. സീരീസ് ആണെങ്കിൽ ഇക്വേഷൻ എന്താ? C is equal to C1 C2 divided by C1 plus C2 രണ്ടെണ്ണം ഉള്ളെങ്കിൽ അല്ലേ? അല്ലെങ്കിൽ 1/C is equal to 1/C1 plus 1/C2 plus അങ്ങനെ ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് വരും? 2 into 6 plus 2 plus 6. 2 into 6 divided by 2 plus 6. 2 into 6 12 divided by 8. 12 divided by 8 എന്ന് പറഞ്ഞാൽ 1.5 മൈക്രോ ഫാരഡ്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? മുകളിലത്തെ രണ്ടും കൂടി ചേർന്നാൽ എത്രയുള്ളത്? 1.5 മൈക്രോ ഫാരഡാണുള്ളത്. ഇനി താഴത്തെ ഈ രണ്ടെണ്ണോ 2 മൈക്രോ ഫാരഡും 2 മൈക്രോ ഫാരഡും സീരീസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സെയിം കപ്പാസിറ്റൻസ് സീരീസ് ആയിട്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ കപ്പാസിറ്റൻസിന്റെ വാല്യൂവിനെ കപ്പാസിറ്ററിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. C/N എഫക്റ്റീവ് കപ്പാസിറ്റി ആണ് C/N. ഈക്വൽ കപ്പാസിറ്റൻസ് ആണെങ്കിൽ സീരീസിൽ വരികയാണെങ്കിൽ C/N കപ്പാസിറ്റൻസിന്റെ വാല്യൂവിനെ നമ്പർ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ 2 മൈക്രോ ഫാരഡിന്റെ 2 കപ്പാസിറ്റൻസ് ആണുള്ളത്. 2/2 ചെയ്താൽ എന്ത് കിട്ടും? എഫക്റ്റീവ് കപ്പാസിറ്റി 1 മൈക്രോ ഫാരഡ്. അപ്പോൾ ഇനി എഫക്റ്റീവ് എത്രയേ ഉള്ളൂ? ഇത്രയേ ഉള്ളൂ. ഇവിടെ 1.5 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. ഇത് രണ്ടും എന്താണ്? സീരീസ് ആണ്. അപ്പോൾ ടോട്ടൽ കപ്പാസിറ്റി എത്ര വരും? 1.5 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 2.5 മൈക്രോ ഫാരഡ്. ഇപ്പോൾ കൺഫ്യൂഷൻ ഉള്ളവർ എന്ത് ചെയ്യുക? സോൾവ് ചെയ്തത് ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള നെറ്റ്വർക്കാണ്. കപ്പാസിറ്റേഴ്സിന്റെ കോമ്പിനേഷൻ ചോദിക്കാറുണ്ട് കേട്ടോ.
അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ടു കപ്പാസിറ്റീസ് 100 മൈക്രോഫാരഡ് ആൻഡ് 200 മൈക്രോഫാരഡ്, രണ്ട് കപ്പാസിറ്ററുകൾ 100 മൈക്രോഫാരഡും 200 മൈക്രോഫാരഡും 100 മൈക്രോഫാരഡ് ആൻഡ് 200 മൈക്രോഫാരഡ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. ഇത് രണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 90 വോൾട്ട്, എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 90 volt is applied across them. Calculate the potential difference across each capacitor. Calculate the potential difference across each capacitor. Question എന്താ? രണ്ട് കപ്പാസിറ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, രണ്ടിനും കൂടി ചേർത്തിട്ട് 90 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം സീരീസ് കോമ്പിനേഷനിൽ ചാർജ് സെയിം ആയിരിക്കും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് വ്യത്യാസമായിരിക്കും. അപ്പോൾ ഓരോ കപ്പാസിറ്ററിനും അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഇവിടുത്തെ ടോട്ടൽ കപ്പാസിറ്റി കാണും, കാരണം അവിടുത്തെ ടോട്ടൽ ചാർജ് കാണണം. പൊട്ടൻഷ്യൽ കാണാൻ V is equal to എന്ത് ചെയ്താൽ മതി? നമുക്ക് Q/C എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അപ്പോൾ V is equal to Q/C1, V is equal to Q/C2, ചാർജ് ബൈ കപ്പാസിറ്റൻസ് ചെയ്താൽ നമുക്ക് ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സീരീസ് കോമ്പിനേഷൻ ആകുമ്പോൾ ചാർജ് ടോട്ടൽ കോമൺ ആണ്. അപ്പോൾ ആദ്യം ടോട്ടൽ ചാർജ് കാണണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടോട്ടൽ കപ്പാസിറ്റി കാണണം. ടോട്ടൽ കപ്പാസിറ്റി C is equal to എന്ത് കിട്ടും? സീരീസ് കോമ്പിനേഷൻ. അപ്പോൾ C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 ഈക്വൽ ടു 100 ഇൻറ്റു 200 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 200. 100 പ്ലസ് 200 എന്ന് പറഞ്ഞാൽ എത്രയായി? 300 അല്ലേ? അപ്പോൾ എത്ര വരും? 0 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 100 ഇൻറ്റു 200 ബൈ 3 മൈക്രോഫാരഡ് എന്ന് കിട്ടും. ടോട്ടൽ കപ്പാസിറ്റൻസ് കിട്ടുക 200 ബൈ 3 മൈക്രോഫാരഡ്. ഇനി നമുക്ക് കാണേണ്ട ടോട്ടൽ ചാർജ് ആണ്. ടോട്ടൽ ചാർജ് കാണാൻ എന്ത് ചെയ്യാം? Q is equal to C ഇൻറ്റു V ചെയ്യാം. ടോട്ടൽ കപ്പാസിറ്റി എത്രയാണ്? 200 ബൈ 3 ഇൻറ്റു V. നമ്മൾ ഇവിടുത്തെ കോമൺ പൊട്ടൻഷ്യൽ എത്രയാണ്? 90 ആണ്. അപ്പോൾ 3യും 9ഉം ക്യാൻസൽ ചെയ്ത് പോയി 3 ഇൻറ്റു 6 എത്ര വരുന്നത്? 6000. ഇവിടെ ഒരു മൈക്രോ ഫാരഡ് അല്ല, അപ്പോൾ ഇവിടെ ഒരു 10⁻⁻6 കൂടി ഉണ്ട് അല്ലേ? സോറി, (200/3) ഇൻറ്റു 10⁻⁻6 ഇൻറ്റു പൊട്ടൻഷ്യൽ 90. 9ഉം 3യും പോയാൽ 3. അപ്പോൾ 6000 ഇൻറ്റു 10⁻⁻6 6000 മൈക്രോ കൂളോംബാണ് എന്ത്? ടോട്ടൽ ചാർജ്. ഇനി നമുക്ക് ഓരോന്നിലെയും പൊട്ടൻഷ്യൽ കാണാം. ഫസ്റ്റത്തെ പൊട്ടൻഷ്യൽ V1 ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യുക? Q/C1. Q/C1 ചെയ്ത് കഴിഞ്ഞാൽ Q എത്രയാണ്? Q എന്ന് പറയുന്നത് ടോട്ടൽ 6000 മൈക്രോ കൂളോംബാണ് ഡിവൈഡഡ് ബൈ C1. C1ൻ്റെ വാല്യൂ എത്രയാണ്? 100 മൈക്രോഫാരഡ് ആണ്. അപ്പോൾ 10⁻⁻3 10⁻⁻6ഉം 10⁻⁻6ഉം പോയി 100 അല്ലേ? 100 ഇത് പോയി ബാക്കി എത്രയുള്ളത്? അപ്പോൾ 60 വോൾട്ട് കിട്ടും. V1ൻ്റെ വാല്യൂ 60 വോൾട്ട്. ഇതേപോലെ V2 കാണാൻ നിന്നാലോ? V2 ഈസ് ഈക്വൽ ടു Q/C2 ഈക്വൽ ടു Qൻ്റെ വാല്യൂ 6000 ഇൻറ്റു 10⁻⁻6 ഡിവൈഡഡ് ബൈ C2ൻ്റെ വാല്യൂ എത്രയാണ്? 200 ഇൻറ്റു 10⁻⁻6 10⁻⁻6 200 രണ്ട് വരും. അപ്പോൾ 60/2 ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു 30 വോൾട്ട്. അപ്പോൾ 60 വോൾട്ടും 30 വോൾട്ടും ടോട്ടൽ എത്രയാണ്? 90 വോൾട്ട്. സ്പ്ലിറ്റ് ചെയ്തിട്ട് 60 വോൾട്ടും 30 വോൾട്ടും ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തത് എന്താണ്? അവിടെ ചെയ്ത മെത്തേഡ് ഓർത്ത് വയ്ക്കുക. ചെയ്ത മെത്തേഡ് എന്താ? നമുക്ക് സീരീസ് കോമ്പിനേഷൻ ആകുമ്പോൾ ടോട്ടൽ ചാർജ് കോമൺ ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു? ചാർജ് കണ്ടു. ചാർജ് കാണാൻ നമ്മൾ ടോട്ടൽ കപ്പാസിറ്റൻസ് കണ്ടു. ടോട്ടൽ കപ്പാസിറ്റൻസ് കണ്ടിട്ട് ചാർജ് കണ്ടു. ചാർജ് കണ്ടു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? Q/C1 ഓരോ കപ്പാസിറ്റൻസും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ കോമൺ പൊട്ടൻഷ്യൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ. കോമൺ പൊട്ടൻഷ്യൽ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. C1V1 പ്ലസ് C2V2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. നമുക്ക് വെച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം.
അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എ കപ്പാസിറ്റർ ഓഫ് 20 മൈക്രോഫാരഡ് ചാർജ്ഡ് ടു 200 വോൾട്ട്. എ കപ്പാസിറ്റർ ഓഫ് 20 microfarad is charged to 200 volt and 200 volt is connected parallel with another capacitor of 10 microfarad and charged to 400 volt. So question is a capacitor of 20 microfarad and charged to 200 volt is connected parallel with another capacitor of 10 microfarad and charged to 400 volt. Find the common potential. Common potential കാണാനുള്ള equation എന്തായിരുന്നു? V is equal to C1 V1 plus C2 V2 divided by C1 plus C2 equal to C1 V1 20 into 10 raised to minus 6 into 200 plus C2 V2 10 into 10 raised to minus 6 into 400 divided by C1 plus C2 20 into 10 raised to minus 6 plus 10 into 10 raised to minus 6 അല്ലേ? 10 raised to minus 6 എല്ലായിലും ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എത്രയുള്ളത്? 20 into 200 എത്ര വരും? 4000 plus 10 into 400 4000 divided by 20 plus 10 30 8000 divided by 30 അതാണ് അവിടുത്തെ കോമൺ പൊട്ടൻഷ്യൽ വരുന്നത്. 8000 by 30 ചെയ്ത് കഴിഞ്ഞാൽ 266.67 വോൾട്ട് വരും. നമ്മൾ ഫൈനൽ ആൻസർ വരുന്നത് 266.67 വോൾട്ട്. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കോമൺ പൊട്ടൻഷ്യൽ ആണുള്ള ഇക്വേഷൻ ആണ് C1 V1 plus C2 V2 ഡിവൈഡഡ് ബൈ C1 plus C2. അടുത്തൊരു ക്വസ്റ്റ്യൻ. എ സ്റ്റോറേജ് കപ്പാസിറ്റർ ഓൺ എ റാം ചിപ്പ്, കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന റാം ചിപ്പ് ഹാസ് എ കപ്പാസിറ്റി ഓഫ് 48 femtofarad. എത്രയാണ് കപ്പാസിറ്റി ഓഫ്? 48 femtofarad. ഫെർമി 10 raised to minus 15 ആണ്. 48 into 10 raised to minus 15 farad. If the capacitor is charged to a potential of 4.6 volt, capacitor is charged to a potential of 4.6 volt, how many excess electrons are on its negative plate? How many excess electrons are on its negative plate? അതിൻ്റെ നെഗറ്റീവ് പ്ലേറ്റിൽ എത്ര എക്സസ് ഇലക്ട്രോൺസ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ പെട്ടെന്നൊരു കൺഫ്യൂഷനൊക്കെ വരാം. നമുക്ക് എന്ത് ചെയ്താൽ മതി? അവിടുത്തെ ചാർജ് കണ്ടാൽ പോരെ. Q is equal to നമുക്ക് എന്തുണ്ട് ഇക്വേഷൻ? CV. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട് Q is equal to N into E അല്ലേ? ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. അപ്പോൾ നമുക്കത് രണ്ടും ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? N into E is equal to CV or number of electrons. N is equal to CV divided by E equal to values കൊടുത്തു നോക്കുക. C എത്രയാണ്? 48 into 10 raised to minus 15 into V. Vയുടെ വാല്യൂ 4.6 divided by E 1.6 into 10 raised to minus 19. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക എന്നിൻ്റെ വാല്യൂ കിട്ടുക 1.38 into 10 raised to 6. അപ്പോൾ ഇത്രയും ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. 1.38 into 10 raised to 6. അത് 138 കഴിഞ്ഞാൽ പിന്നെ ഒരു 4 0 വരും. അത്രയും ഇലക്ട്രോൺസ് എന്തുണ്ടായിരിക്കും? ആ കപ്പാസിറ്റർ പ്ലേറ്റിലുണ്ടായിരിക്കും. ലാസ്റ്റ് എനർജി സ്റ്റോറിൻ്റെ ഭാഗത്തുനിന്ന് കൂടി ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, എനർജി സ്റ്റോറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. എ കപ്പാസിറ്റർ
എനർജി സ്റ്റോർഡിൻ്റെ കേസിൽ നമുക്ക് 2-3 ഇക്വേഷൻസ് ഉണ്ട് അല്ലേ, ഹാഫ് സി വി സ്ക്വയർ ഹാഫ് ക്യൂ വി അങ്ങനത്തെ ക്യൂ സ്ക്വയർ ബൈ 2c അങ്ങനെ 2-3 ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ തന്ന ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് അവിടെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ഏത് തന്നാലും ചെയ്യാനുള്ള ഇക്വേഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ക്യൂവും വിയും തന്നാലും ക്യൂവും സിയും തന്നാലും സിയും വിയും തന്നാലും എങ്ങനെ വേണമെങ്കിലും എനർജി സ്റ്റോർഡ് കാണാനുള്ള ഇക്വേഷൻസ് നമുക്കുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസേ അവിടെ വരുള്ളൂ. അപ്പോൾ അതിൽ ചിലപ്പോൾ ഏതെങ്കിലും വാല്യൂസ് വേറെ കണ്ടെത്താനുണ്ടാവാം. എനർജി കാണാനുള്ള ഇക്വേഷൻസ് നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. എ കപ്പാസിറ്റർ ഈസ് ചാർജ്ഡ് വിത്ത് 9 മൈക്രോ കൂളോം. കപ്പാസിറ്ററിൻ്റെ ചാർജ് തന്നിട്ടുണ്ട് 9 മൈക്രോ കൂളോം. 9 മൈക്രോ കൂളോം എന്ന് പറഞ്ഞാൽ 9 × 10⁻⁻6 കൂളോം ആൻഡ് ഹാസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 100 വോൾട്ട്. 100 വോൾട്ട്. So then a capacitor is charged with 9 microcoulomb and has a 100 volt potential difference between the plate. Calculate its capacity and energy stored in it. എന്തൊക്കെ കാണണം? കപ്പാസിറ്റിയും കാണണം, എനർജി സ്റ്റോർഡും കാണണം. അപ്പോൾ കപ്പാസിറ്റി കാണാൻ നമുക്ക് എന്ത് ഇക്വേഷൻ യൂസ് ചെയ്യാം? സോറി, ഇവിടെ ചാർജ് ആണ് തന്നുള്ളത്, സി അല്ല, സോറി, ക്യൂ ആണ് തന്നുള്ളത്. സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി ഈക്വൽ ടു ക്യൂ എത്രയാണ്? 9 × 10⁻⁻6 ഡിവൈഡഡ് ബൈ വി 100 ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ എത്രയാവും? 9 × 10⁻⁸ ഫാരഡ് കപ്പാസിറ്റി കിട്ടി. ഇനി എന്ത് കാണണം? ഇനി നമുക്ക് എനർജി സ്റ്റോർഡ് കാണണം. എനർജി സ്റ്റോർഡ് കാണാൻ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ സിയും വിയും ഉണ്ട്, ഹാഫ് സി വി സ്ക്വയർ യൂസ് ചെയ്യാം. ക്യൂവും വിയും ഉണ്ട്, ഹാഫ് ക്യൂ വി യൂസ് ചെയ്യാം. ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മളൊരു ഇക്വേഷൻ യൂസ് ചെയ്യാണ്. യു ഇസ് ഈക്വൽ ടു ഹാഫ് ക്യൂ വി ഈക്വൽ ടു ഹാഫ് ക്യൂ വി എന്ന് പറയുമ്പോൾ വാല്യൂസ് ഏതൊക്കെയാണ് വരുന്നത്? ക്യൂവിൻ്റെ വാല്യൂ വരുന്നത് ഹാഫ് ഇൻറ്റു ക്യൂവിൻ്റെ വാല്യൂ 9 × 10⁻⁻6 ഇൻറ്റു വിയുടെ വാല്യൂ വരുന്നത് 100 ഈക്വൽ ടു 50. അപ്പോൾ 55 45 അല്ലേ, 450 × 10⁻⁻6 ജൂൾ. അത്രയുമാണ് അവിടുത്തെ എനർജി സ്റ്റോർഡ്. 450 × 10⁻⁻6 ജൂൾ അല്ലെങ്കിൽ 4.5 × 10⁻⁴ ജൂൾ. ഓക്കെ, അത് നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്താലും അതിന് കിട്ടും. ഹാഫ് സി വി സ്ക്വയർ യൂസ് ചെയ്യാം, ക്യൂ സ്ക്വയർ ബൈ 2c യൂസ് ചെയ്യാം. കാരണം 3 ഇക്വേഷൻ ചെയ്യാൻ വേണ്ട ഡാറ്റാസ് നമ്മളെടുത്തിട്ടുണ്ട്. ക്യൂവും വിയും സിയും 3ഉം നമ്മളെടുത്തിട്ടുണ്ട്. ഏത് ഇക്വേഷൻ യൂസ് ചെയ്താലും നമുക്ക് കിട്ടുക സെയിം വാല്യൂ ആയിരിക്കും. നമ്മളിപ്പോൾ ആ ചാപ്റ്ററിലെ ഒരുവിധം എല്ലാ ടോപ്പിക്കുകളിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ടോപ്പിക്കും ഒന്ന് ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. നമ്മളെ സമയപരിമിതി കാരണം കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്തൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം.